കവിഞ്ഞൊടുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ എപ്പിസോഡ് അത്ഭുതത്തിൻ്റെ ഒരു എപ്പിസോഡാണ്. ഇന്ന് ആദ്യം ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനം നമ്മൾ കേൾക്കും. ആ വചനത്തിൽ കേൾക്കുന്ന അതേ യേശു, ആ കർത്താവ്, ജീവിക്കുന്ന കർത്താവ് ഇന്നും എങ്ങനെ പ്രവർത്തിക്കുന്നത് നമ്മൾ കേൾക്കും. ഒടുവിലായി, ഈ എപ്പിസോഡിൻ്റെ ഒടുവിലായി സിസ്റ്റർ ലിസിയുടെ അത്ഭുത സൗഖ്യം നമ്മൾ കേൾക്കും. സിസ്റ്റർ ലിസിയും മോള് ഡോക്ടർ അൻസു നമ്മളോടൊപ്പം ഉണ്ട്. മോള് ഇപ്പോൾ അങ്ങോട്ട് മെഡിസിൻ ഒക്കെ പാസ്സായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടർ അതിനെക്കുറിച്ച് പറയാൻ പോകുന്നത്, ഇല്ലാത്ത അവയവം സൃഷ്ടിക്കപ്പെട്ടു, ലങ്സ് ക്രിയേറ്റഡായി. കേട്ടാൽ ഇതൊക്കെ നടക്കുമെന്ന് തോന്നും, പക്ഷേ നടന്നിരിക്കുകയാണ്. ആ സാക്ഷ്യം ഒടുവിലുണ്ട്. നമുക്കിപ്പോൾ ദൈവവചന ശുശ്രൂഷയിലേക്ക് കിടക്കാം. The book of Ephesians chapter 4. എഫേസ്യലേഖനം 4-ാം അധ്യായം. The book of Ephesians is concerning the body of Jesus Christ. യേശുക്രിസ്തുവിന്റെ ശരീരത്തെ ചൊല്ലിയുള്ളതാണ് എഫേസ്യലേഖനം എന്ന പുസ്തകം. If you want to understand what God is pleased, you should read the book of Ephesians, your responsibility as a believer. ദൈവം എവിടെ പ്രസാദിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എഫേസ്യലേഖനം നിങ്ങൾ വായിക്കണം. അവിടെ ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തം എന്താണെന്ന് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നു. Many a time we have taken grace as an instrument to do our will and pleasure. പലപ്പോഴും നമ്മൾ കൃപയെ ഒരു നമ്മുടെ ഇഷ്ടവും നമ്മുടെ താല്പര്യങ്ങളും സാധിപ്പിക്കുവാനായിട്ടുള്ള ഒരു ഉപകരണമായി നമ്മൾ കാണുന്നു. We are taking God's word and God himself for granted in the label of grace. നമ്മൾ എല്ലാവരും ദൈവത്തെയും ദൈവത്തിന്റെ വചനത്തെയും കൃപയെന്നുള്ള ആ വാക്കിന്റെ ലേബലിൻ കീഴിൽ നമ്മുടെ സ്വന്തം ഇഷ്ടം, സ്വന്തം താല്പര്യം നടത്തി എടുക്കുവാനായിട്ട് കാണുന്നു. But we should understand that we have received a kingdom, and the word says this unshakable kingdom, therefore let us walk in godly fear, well pleasing him. ഇവിടെ നാം ഒന്ന് മനസ്സിലാക്കണം, നാം ഒരു രാജ്യത്തിലെ അംഗമാണ്. അത് ഇളകാത്ത ഒരു രാജ്യമാണ്. അതുകൊണ്ട് നാം ദൈവത്തെ പ്രസാദിപ്പിച്ച് വളരെ സൂക്ഷ്മതയോടെ ജീവിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. And that is why Paul, when he is talking about prayer, he prays like this: Father, help me to walk in all the wisdom that I will walk well pleasing you and worthy of you. അതുകൊണ്ട് തന്നെയാണ് പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, പിതാവേ, നിന്നെ പൂർണ്ണമായി പ്രസാദിപ്പിച്ച് നിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം നടക്കുവാൻ എന്നെ സഹായിക്കണമേ. We cannot do it on ourselves. നമുക്ക് സ്വയമായിട്ട് അത് ചെയ്യുവാൻ കഴിയുകയില്ല. And that is where grace comes in. അവിടെയാണ് കൃപയുടെ പ്രസക്തി ഉള്ളത്. Grace is the power that helps our weakness. കൃപ എന്നാൽ നമ്മുടെ ബലഹീനതയിൽ നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവിക ശക്തിയത്രേ. And grace to be operative, എന്നാൽ ആ കൃപ പ്രവർത്തനക്ഷമമാകുന്നത്, you have to admit that I am weak. ഞാൻ ബലഹീനനെന്ന് നീ സമ്മതിക്കുമ്പോഴാണ് കൃപ അവിടെ പ്രവൃത്തി ആരംഭിക്കുന്നത്. Your will is not your will, but his will becomes your will. അവിടുത്തെ ഇഷ്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടമല്ല, നിങ്ങളുടെ ഇഷ്ടം ആ സ്വർഗ്ഗത്തിലെ പിതാവിന്റെ ഇഷ്ടവുമായിട്ട് ഒന്നായി തീരുമ്പോഴത്രേ. I want to assure you, I want to encourage you, I want to assure you that let us walk in the fullness of God. ഞാൻ നിങ്ങളെ ഉറപ്പിക്കുന്നു, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു, നമുക്കെല്ലാം ആ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം. There is a continuation when we keep on renewing our mind according to the word of God. ദൈവവചനത്തിന് അനുസൃതമായി നമ്മുടെ മനസ്സിനെ നമ്മൾ പുതുക്കുന്ന ആ പുതുക്കലിൽ ഒരു നിരന്തരമായ പ്രവൃത്തി അവിടെ സംഭവിക്കട്ടെ. Let the word of God become the standard of our life. ദൈവത്തിന്റെ വചനമാകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ മാനദണ്ഡം. Hallelujah. Hallelujah. Ephesians chapter 4 എഫേസ്യലേഖനം 4-ാം അധ്യായം and verse 17 onwards. അതിന്റെ 17-ാം വാക്യം മുതൽ, This I say therefore, testifying in the Lord, that you should no longer walk as the rest of the Gentiles walk in the futility of their mind. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാനം നിമിത്തം, ഹൃദയകാഠിന്യം നിമിത്തം തന്നെ, having their understanding darkened, being alienated from the life of God because of ignorance that is in them, because of the blindness of their heart, who being in the past feeling have given themselves over to lewdness, to work all the uncleanliness and greediness. 17, 18 and 19.
അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. Hallelujah. They are alienated from the life of God. ജീവന്റെ ദൈവത്തിൽ നിന്ന് അവർ സ്വയം അകന്നു പോയിരിക്കുന്നു. They are walking in the futility of their mind. അവർ അവരുടെ മനസ്സിന്റെ വ്യർത്ഥതയിൽ അല്ലെങ്കിൽ വ്യർത്ഥ ബുദ്ധിയെ ആശ്രയിച്ച് ജീവിക്കുന്നു. The book of Ephesians is written to the church. എഫേസ്യ ലേഖനം അത് സഭയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന ലേഖനമാണ്. Which means even though they are born again, they are still walking in the flesh, in the futility of their mind, in their according to their desires. അതിന്റെ അർത്ഥം അവർ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട സഭയാണെങ്കിലും അവർ ഇപ്പോഴും അവരുടെ ജഡത്തെ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ വ്യർത്ഥ ബുദ്ധിയെ അനുസരിച്ച് അവർ നടക്കുന്നു എന്നുള്ളതാണ്. There is a very clear strong word that Paul is using and saying, therefore I want you to know that you should not walk as if he is commanding them to do something. അവിടെ വളരെ വ്യക്തതയോടെ പൗലോസ് പറയുകയാണ്, ആകയാൽ ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയുന്നു. The whole gospel is renew your mind or repentance. മുഴുവൻ സുവിശേഷം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ പുതുക്കുക അഥവാ മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. Even as we are going to enter the Lord's table in a few minutes, ഇന്ന് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം നമ്മൾ കർത്താവിന്റെ മേശയിൽ പങ്കാളികളാകാൻ പോവുകയാണല്ലോ. we are coming before a court which is going to judge ourselves. നാം നമ്മെ തന്നെ വിധിക്കുന്ന ഒരു കോടതിയുടെ ന്യായാധിപന്റെ മുമ്പിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. The judge of the court is ourselves. ആ കോടതിയുടെ ന്യായാധിപൻ എന്ന് പറയുന്നത് അത് നാം തന്നെയാണ്. Your neighbor does not know what is going to your heart. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആൾക്ക് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങളെ അറിയുവാൻ കഴിയുന്നില്ല. But God gives us opportunity again and again. എന്നാൽ ദൈവം നമുക്ക് വീണ്ടും വീണ്ടും അവസരങ്ങളെ തന്നുകൊണ്ടിരിക്കുന്നു. So that we may turn to God and that we will walk in the fullness of his life. അങ്ങനെ നാം ദൈവത്തിലേക്ക് തിരിഞ്ഞിട്ട് അവന്റെ ജീവന്റെ പൂർണ്ണതയിൽ നാം നടക്കുവാൻ ഇടയാകും. When the fullness of Jesus, which is eternal life, is developed in ourselves, Yes. is already in ourselves, there should be a fruit also. യേശുവിന്റെ പൂർണ്ണത അഥവാ നിത്യജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ അത് അവന്റെ ഫലത്തെ ഉളവാക്കുന്നു. Just to go through what we were in the beginning. നമ്മൾ ആദ്യമേ തന്നെ നാം ആരായിരുന്നു എന്തായിരുന്നു എന്ന് നമ്മൾക്കൊന്ന് മനസ്സിലാക്കണം. Ephesians chapter 2, the Bible says, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ വേദപുസ്തകം പറയുന്നു, and you were made alive who were dead in the trespasses of sin. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. In which you once walked in the course of this world according to the prince of the power of air, spirit which now works in the sons of disobedience. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനോടും അനുസരിച്ച് നടന്നു. But among whom we conducted ourselves in the lust of our flesh, fulfilling the desire of the flesh and of the mind, we were by nature the children of wrath, just as the others. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. There is the word says, but God in his great mercy. എന്നാൽ ദൈവവചനം പറയുക, എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ. Whatever was the situation, but a comma came into our life, a new beginning came into our life when we received Jesus Christ our Lord. ജീവിതത്തിന്റെ സാഹചര്യം അവസ്ഥ എന്തായിരുന്നാലും അവിടെ ഒരു കോമ വരികയാ, എന്നാൽ എന്നൊരു വാക്ക് അവിടെ വരികയാ. യേശുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, യേശുവിനെ നമ്മൾ കർത്താവായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അവിടെ ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ്. From being associated with the devil, being the children of wrath, we became children of God. We became children who are ready to be blessed. പിശാചുമായിട്ട് ഇടപഴകിക്കൊണ്ടിരുന്നവർ കോപത്തിന്റെ മക്കളായിരുന്ന നാം ഇപ്പോൾ നമ്മൾ അതിൽ നിന്ന് വിട്ടുമാറി ദൈവത്തിന്റെ മക്കളായി മാറുകയാണ്. We are here to inherit a blessing. നാം ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് ഒരു അനുഗ്രഹം അനുഭവിക്കേണ്ടതിനാണ്. There is a blessing associated with the eternal life. നിത്യജീവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനുഗ്രഹം. That is why in chapter 2 verse 11 the Bible says, അതുകൊണ്ടാണ് 2-ാം അധ്യായം 11-ാം വാക്യം വേദപുസ്തകം പറയുന്നു, therefore remember that you were once just Gentile in the flesh, uncircumcision, which was called circumcision, made by the flesh. Verse 12, that in that time you were without Christ, being alienated from the common
commonwealth of Israel, strangers of the covenant of promise, having no hope, without God in the world. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. We were without Christ, നാം ക്രിസ്തു ഇല്ലാത്തവരായിരുന്നു. and in Christ is wrapped the blessing of God. എന്നാൽ ക്രിസ്തുവിൽ ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും പൊതിഞ്ഞ ഒരു സമ്മാനമായി നമുക്ക് ലഭിക്കുകയത്രേ. Hallelujah. ഹല്ലേലൂയ. That is why the Bible says അതുകൊണ്ടത്രേ വേദപുസ്തകം പറയുന്നു, the natural man, 1 Corinthians 2:14, 1 കൊരിന്ത്യർ 2:14 പറയുകയാണ്, പ്രാകൃത മനുഷ്യൻ. the natural man cannot understand this പ്രാകൃത മനുഷ്യന് ഇത് മനസ്സിലാക്കുവാൻ കഴിവില്ല. because this is spiritually discerned. കാരണം ഇത് ആത്മീയമായി വിവേചിക്കേണ്ടതാണ്. They do not understand what is an association with the devil. പിശാചുമായിട്ടുള്ള കൂട്ടായ്മ എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. They think they are doing good. അവർ നല്ലതും ശരിയുമാ ചെയ്യുന്നതാണ് അവരുടെ ധാരണ. They think without Christ they can do it. ക്രിസ്തുവിനെ കൂടാതെ തന്നെ ഇതൊക്കെ ചെയ്യുവാൻ കഴിയുമെന്ന് അവർ ധരിച്ചു വശാകുന്നു. Alienated from the life of God. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നവരായി മാറിയിരിക്കുന്നു. We could never understand God. We were spiritually dead. നാം ആത്മീയമായി മരിച്ചവരായിരുന്നതുകൊണ്ട് ദൈവത്തെ മനസ്സിലാക്കുവാനുള്ള പ്രാപ്തി നമുക്കില്ല. Spiritually dead means in association with the devil and not with God. ആത്മീയമായി മരിച്ചു എന്നാൽ ദൈവവുമായി ബന്ധമില്ലാതെ പിശാചിനോട് ചേർന്ന് ജീവിക്കുന്നു. But the Bible says എന്നാൽ വേദപുസ്തകം പറയുന്നു, that God so loved the world ദൈവം ഈ ലോകത്തെ അത്യധികമായി that സ്നേഹിച്ചതിനാൽ he gave his only beloved son, തന്റെ ഏകജാതനായ പ്രിയപുത്രനെ അവൻ നമുക്ക് വേണ്ടി നൽകി തന്നു. that those who believe in him will receive everlasting life. അവനിൽ വിശ്വസിക്കുന്നവരാരും Eternal life. നശിച്ചു പോകാതെ അവർ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് For തന്നെ God sent his son not to condemn the world but to bless them. ദൈവം തന്റെ പുത്രനെ തന്നത് ലോകത്തെ കുറ്റം വിധിപ്പാനല്ല, ലോകത്തെ അനുഗ്രഹിപ്പാനത്രേ. Because God knew one thing, കാരണം ദൈവത്തിന് ഒന്നറിയാം, that human being weak in their flesh, ഈ മനുഷ്യൻ അവൻ തന്റെ ജഡത്തിൽ ബലഹീനനാണ്. they cannot change themselves. അവർക്ക് അവരെ തന്നെ സ്വയമായി മാറ്റുവാൻ കഴിവില്ല. And that is why eternal life or the life of God in me was important. അതുകൊണ്ട് തന്നെയാണ് നിത്യജീവൻ അഥവാ ദൈവത്തിന്റെ ജീവൻ അത് എന്നിൽ വസിക്കുന്നത് അത് വളരെ പ്രധാനമെന്ന് പറയുവാൻ കാരണം. I can tell you one thing, ഒരു കാര്യം ഞാൻ നിങ്ങളോട് and I പറയാം, am sure of it. എനിക്ക് അതിനെക്കുറിച്ച് നല്ല ഉറപ്പുമുണ്ട്. By self confidence or willpower, നമ്മുടെ സ്വാഭിമാനത്താൽ, നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട്, നമ്മുടെ ആ അഭിമാനം കൊണ്ട് you can change your some habit, നമുക്ക് നമ്മുടെ ചില ശീലങ്ങളെ ഒന്ന് മാറ്റാനൊക്കെ കഴിഞ്ഞേക്കാം. but you cannot change your nature. എന്നാൽ നിങ്ങളുടെ സ്വഭാവത്തെ മാറ്റുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. Hallelujah. ഹല്ലേലൂയ. You might be a smoker, you might have stopped smoking because the doctor said you will die. ഡോക്ടർമാർ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ സ്ഥിരം പുകവലിക്കുന്ന ഒരാളാണ് നിങ്ങൾ ചിലപ്പോൾ പുകവലി നിർത്തിയേക്കാം. Habit might change, ആ സ്വഭാവം അഥവാ നിങ്ങളുടെ ശീലം മാറിയേക്കാം. but the nature can only change when eternal life of God comes inside എന്നാൽ of ഒരു you. മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വരണമെങ്കിൽ നിത്യമായ ജീവൻ, ദൈവത്തിന്റെ ജീവൻ അവനിൽ വന്നാൽ മാത്രമേ സാധ്യമാകൂ. Hallelujah. ഹല്ലേലൂയ. And that life is in God himself. ആ ജീവൻ ദൈവത്തിൽ മാത്രമാണുള്ളത്. Now there is a war between the carnal mind and the spiritual man. ഇപ്പോൾ ഇതാ ഇവിടെ ജഡ മനുഷ്യനും ആത്മീയ മനുഷ്യനും തമ്മിൽ ഒരു പോരാട്ടം അവിടെ നടക്കുന്നു. And this is where the need of the Holy Spirit is important. ഇവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ സഹായത്തിന്റെ ആവശ്യത്തിന്റെ പ്രസക്തി. For we are called not to uncleanliness but to lead a holy life, a life of love towards Jesus Christ. നാം അശുദ്ധിക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരല്ല, നമ്മൾ വിശുദ്ധിക്ക് വേണ്ടിയും ജീവന് വേണ്ടിയും ക്രിസ്തുയേശുവിലുള്ള ജീവന് വേണ്ടിയും വിളിക്കപ്പെട്ടവരത്രേ. ഇന്ന് എന്നോടൊപ്പം സിസ്റ്റർ ലിസിയും അതുപോലെ മോള് ഡോക്ടർ അൻസു. ഡോക്ടറാണ്, ഇപ്പോൾ അങ്ങോട്ട് പാസ് ഔട്ട് ആയതേ ഉള്ളൂ, പ്രാക്ടീസിന് കയറിയിട്ടില്ല. ഓക്കെ, ഡോക്ടറായി. ഓക്കെ, സിസ്റ്ററിന് ഈ അമ്മ ലിസിക്കുണ്ടായ അത്ഭുതകരമായ സൗഖ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എന്തായിരുന്നു ആ അത്ഭുതം എന്ന് പറയാമോ? എങ്ങനെ അതിൻ്റെ തുടക്കം മുതൽ? ലങ്സിലൊരു ട്യൂമർ വന്നിട്ട്
ലെഫ്റ്റ് ലങ്സ് മുഴുവനും ഡാമേജ് ആയി പോയായിരുന്നു. അതേത് വർഷം? 2006. ആ വർഷം തന്നെ അത് റിമൂവ് ചെയ്യുന്നു. 2009 ഞാൻ ചർച്ചിൽ കടന്നു വന്ന് ചെറിയൊരു ഫാസ്റ്റിംഗ് പ്രയറിന് ഇരുന്നപ്പോഴാണ് ഈ ലങ്സ് മൊത്തത്തോടെ റിമൂവ് ചെയ്തു. ഈ ട്യൂമർ വന്നത് ലെഫ്റ്റ് മെയിൻ ബ്രോങ്കസിലായിരുന്നു. അപ്പോൾ എയർ ഫ്ലോ എല്ലാം ഒബ്സ്ട്രക്റ്റഡ് ആയിട്ട് ലെഫ്റ്റ് ലങ് കൊളാപ്സ് ചെയ്ത് ഡാമേജ് ആയിപ്പോയി മൊത്തത്തോടെ. ഇടത്തെ ശ്വാസകോശം മൊത്തത്തോടെ ഡാമേജ് ആയിപ്പോയി. അപ്പോൾ പിന്നെ അതവിടെ വെച്ചേക്കുന്നത് റിസ്ക് ആയിരുന്നു. അങ്ങനെ ഡോക്ടേഴ്സ് ലീവിന് പോകാനിരുന്ന ഡോക്ടേഴ്സ് മമ്മിയുടെ സർജറി ലാസ്റ്റ് ചെയ്തിട്ട് അവർ ലീവിന് കയറുന്നത്. പിന്നെ അത്രയും പോലും നീട്ടി വെക്കാൻ പറ്റത്തില്ല. അത് തിരുവനന്തപുരത്തായിരുന്നു. അതെ, മെഡിക്കൽ കോളേജിലായിരുന്നു. അങ്ങനെ സർജറിയിൽ ലെഫ്റ്റ് ലങ് ടോട്ടലി റിമൂവ് ചെയ്ത് മാറ്റി. അപ്പോൾ പിന്നെ ഒരു ലങ്ങേ ഉള്ളൂ. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് മമ്മിക്ക് ഇനി പൊടി അടിച്ചുകൂടാ, മഞ്ഞ് കൊണ്ടുകൂടാ, രാത്രി ലേറ്റായി കുളിച്ചുകൂടാ, പച്ചവെള്ളത്തിലൊന്നും കുളിച്ചുകൂടാ, പനിയൊന്നും വന്നുകൂടാ, ഇൻഫെക്ഷനൊക്കെ ആയാൽ ഉടനെ പെട്ടെന്ന് മരുന്നെടുക്കണം. കാരണം ഇപ്പം മുമ്പ് 2 ലങ്സ് ചെയ്തിരുന്ന ജോലി മൊത്തം ഇപ്പോൾ ഒരു ലങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് റിസ്ക് ആയതുകൊണ്ട് നമ്മൾ അത്രയും കെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ വിട്ടത്. അപ്പം ആ അവസ്ഥയിൽ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അതുകൊണ്ട് തന്നെ പൊടിയൊന്നും അടിച്ചുവിടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് മാറി താമസിച്ച് അന്ന് ഞാൻ അടുത്തുനിന്ന് കടയിൽ നിന്ന് തന്നെ ഒരു 3 കിലോ സവാള മേടിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് കുറച്ച് 1 മീറ്റർ അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പം പിന്നെ എടുത്തോട്ട് നടക്കാൻ വയ്യ. ഞാനത് തറയെ വെച്ചിട്ട് ഇത് കരയണോ എടുത്തെറിയണോ ആ ഒരവസ്ഥയിൽ 2 കിലോ വെയിറ്റ് കൂടുതൽ എടുക്കാൻ എനിക്ക് പറ്റത്തില്ല. പിന്നെ ഞാൻ ഈ പ്രയറിന് വന്ന് ഈ ഇങ്ങനെ കർത്താവ് അത്ഭുത മിറക്കിൾ ചെയ്തതിന് ശേഷമാണ്. കർത്താവ് ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് ഒരു വലിയ അത്ഭുതമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിലേക്ക് വന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഇന്നും കർത്താവ് സൃഷ്ടിപ്പിൻ്റെ അത്ഭുതം ചെയ്യുന്നു. ആ കുരുടന്മാർക്ക് കണ്ണില്ലാഞ്ഞവർക്ക് കണ്ണ് സൃഷ്ടിച്ചു കൊടുത്ത കർത്താവ് യേശു സൃഷ്ടിതാവാണെന്ന് തെളിയിക്കുന്ന ഒരു സൃഷ്ടിപ്പിൻ്റെ അത്ഭുതമാണ് സിസ്റ്റർ ലിസിയിൽ നടന്നത്. മോള് തന്നെ ഒന്ന് പറയായിരിക്കും, മെഡിക്കൽ ആൾ പറയുമ്പം എന്തുവാ അമ്മയ്ക്ക് സംഭവിച്ചത്, എപ്പോഴാണ്, എങ്ങനെയാ ഹീലിംഗ് ഉണ്ടായത്? മമ്മി ഫാസ്റ്റിംഗ് പ്രയറിന് ഇരിക്കുമ്പോഴായിരുന്നു. അപ്പം മമ്മി ശരിക്കും പറഞ്ഞാൽ എനിക്ക് മമ്മിയുടെ സിറ്റുവേഷൻ അറിയാം. മമ്മി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ്. അതും മമ്മിക്ക് ഇച്ചിരി നാണക്കേടുണ്ട്. കാരണം ഉണ്ടായിരുന്നൊരു അവയവം പോയി എന്ന് പറയാൻ. അപ്പം ഞാൻ മമ്മി എപ്പോഴും എൻകറേജ് ചെയ്യാനൊക്കെ നോക്കും എങ്ങനെയും കൊണ്ട്. അപ്പം മമ്മിക്ക് വിഷമമാണ് ഒരെണ്ണം ഇല്ലല്ലോ എന്ന്. അപ്പം മമ്മി ആരോടും പറഞ്ഞിട്ടില്ല ഒരു അവയവം റിമൂവ് ചെയ്തതാണ്. അപ്പം മമ്മി അങ്ങനെ ഫാസ്റ്റിംഗ് പ്രയറിന് ഇരിക്കുമ്പോഴാണ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ബ്രദർ ഇങ്ങനെ ദർശനം കാണുന്നു. യേശു നടന്നു വന്ന് മമ്മിയുടെ ഇടത്തെ ഭാഗത്ത് കൂമ്പ് പോലെ ഒരു അവയവം വെക്കുന്നതായി. അങ്ങനെ ഈ ബ്രദറിന് ഇതിനെ കുറിച്ച് അറിയത്തില്ല. ആരായിരുന്നു ശുശ്രൂഷിച്ചത്? അഭിലാഷ് ബ്രദർ ശുശ്രൂഷിക്കാൻ പറയാണ് കൂമ്പ് പോലെ ഒരു അവയവം എടുത്ത് ഇടത്തെ ഭാഗത്ത് യേശു കൊണ്ടുവന്ന് വെക്കുന്ന. മോളാ മീറ്റിങ്ങിലുണ്ടോ? ഞാനില്ല. അതെങ്ങനെയായിരുന്നു ആ സംഭവം എന്ന് പറഞ്ഞ ശുശ്രൂഷയിൽ എന്താ പറഞ്ഞേ? എനിക്ക് അന്നേരം ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു കറണ്ട് അടിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. അന്നേരം നമ്മുടെ തിരുവനന്തപുരത്തെ മീറ്റിംഗ് നടക്കുക ഫാസ്റ്റിംഗ് പ്രയർ. അങ്ങനെ ഞാൻ ഈ ചർച്ചിലോട്ട് കടന്നു വന്നതേ ഉള്ളൂ. ആരോടും ഞാൻ ഈ ഓപ്പറേഷൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, ആർക്കും അറിയത്തില്ല. അന്നേരം ഇത് കഴിഞ്ഞിട്ട് ഈ ബ്രദർ എന്നോട് ചോദിച്ച് ആൻറ്റിക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ലങ്സ് ഒക്കെ ഇതേപോലെ റിമൂവ് ചെയ്താൽ പിന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് തകർന്നിരുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പൊ ഈ ശുശ്രൂഷക്കിടയിൽ ഇദ്ദേഹം പറയാണ് കൂമ്പ് പോലെ ഒരു അവയവം കർത്താവ് ഇവിടെ എടുത്ത് വെക്കുന്നതായിട്ട് വിഷം കണ്ടെന്ന്. അതിനുശേഷം എൻ്റെ ശരീരത്തിന് നല്ലൊരു ബലമായി. എനിക്കിവിടെ ഒരു കറണ്ട് അടിക്കുന്ന പോലെ ഒരു അനുഭവം അന്നേരം ഉണ്ടായി. ആ സമയത്ത് ഉണ്ടായി. ഇത് പറയുമ്പോ ഇത് കഴിഞ്ഞ് ഞാൻ ഉടനെ പോയി എക്സ്റേ എടുത്ത്. പക്ഷെ അന്നേരം അതിലൊന്നും കണ്ടില്ല. ഉടനെ എക്സ്റേ എടുത്തു. അപ്പോൾ അതിൽ അന്നേരം വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അപ്പം മാറ്റം വല്ലതും ഉണ്ടായോ അന്ന് മുതൽ? ഈ ശ്വസനത്തിനോ ഉണ്ട്, ശരീരത്തിന് ഒരു ബലം വന്നു. ആകപ്പാട് പിന്നെ എനിക്ക് അങ്ങ് നല്ലൊരു ഊർജ്ജമായി. പിന്നെ വെയിറ്റ് ഒക്കെ എടുക്കാം. ഞാൻ എല്ലാ പണികളും സർവന്റിനെ കൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. 11 മണിക്ക് ശേഷം എനിക്ക് പച്ചവെള്ളത്തിലൊന്നും കുളിക്കാൻ പറ്റത്തില്ല, പച്ചവെള്ളം കുടിക്കാൻ പറ്റത്തില്ല. ഇപ്പം അല്ല, ഇത് കഴിഞ്ഞപ്പോ തന്നെ ഈ ആ കാര്യങ്ങൾ മാറാൻ തുടങ്ങി. പിന്നെ ഈ സൃഷ്ടിപ്പിന്റെ അത്ഭുതം പിന്നീട് അറിഞ്ഞു എന്ന് പറഞ്ഞ മോള്. അത് അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ സ്റ്റെത്ത് വെച്ച് ഞാനും ചെക്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ കർത്താവ് വെച്ചതല്ലേ, അപ്പം നമുക്ക് അതിനുള്ള എവിഡൻസ് എന്തായാലും നമുക്ക് കിട്ടുമല്ലോ. അപ്പം ഞാനും സ്റ്റെത്ത് വെച്ച് ചെക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ നമുക്കിപ്പോൾ ഈ സൈഡിൽ നമുക്ക് ലങ് ഇല്ലെങ്കിൽ നമ്മൾ ഈ ബ്രീത്ത് ചെയ്യുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. ലങ് ഉണ്ടെങ്കിൽ നമുക്കത് കേൾക്കാൻ പറ്റും.
അപ്പോൾ മമ്മിയുടെ ഇവിടെ താൻ സൃഷ്ടിച്ച് കഴിഞ്ഞാലേ ഇനി എനിക്ക് ആ ബ്രീത്ത് ചെയ്യുന്ന ശ്വാസം എടുക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റത്. അപ്പം ഞാൻ വെച്ച് നോക്കിയപ്പം ബ്രെത്ത് സൗണ്ട്സ് എനിക്ക് കേൾക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്താണ് ആദ്യമായിട്ട് കേട്ട് തുടങ്ങുന്നത്. പിന്നെ ഞങ്ങൾ അന്നേരം പിന്നെ പോയി എക്സ്റേ എടുത്തപ്പോൾ അതിൽ ലങ് കാണാം, വിസിബിൾ ആണ്. ലങ്സ് കാണാം, ചെസ്റ്റ് എക്സ്റേ ഈ മുറിച്ച് മാറ്റിയ ഭാഗത്ത് കാണാം, ലങ്സ് കാണാം. പിന്നെ പലതവണ എക്സ്റേ എടുത്തു. അപ്പോൾ ആദ്യം ഒരു ഇച്ചിരി ഭാഗമായിരുന്നു. കാരണം ഈ ലങ്ങിൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ ഒരു ഹൈലം. അപ്പോൾ ഹൈലാർ റീജിയനാണ് ആദ്യമായിട്ട് വരുന്നത്. പിന്നെ അത് അടുത്ത പ്രാവശ്യം ഞങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ അത് ഇച്ചിരിയും കൂടെ വലുതായിട്ട്, പിന്നെ അടുത്ത പ്രാവശ്യം അതിൽ ഇച്ചിരിയും കൂടെ വലുതായിട്ട് ഈ ലങ്സ് വളർന്നു വരിക. അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഉണ്ടോ? അങ്ങനെ നടക്കും? ഞങ്ങളെ അങ്ങനെ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല. ആകെ അറിയാവുന്നത് ലിവർ റീജനറേറ്റ് ചെയ്യും. ലിവർ റീജനറേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനാണ്, പക്ഷെ ലങ് വരുമെന്ന് പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പം എക്സ്റേ എടുത്താൽ അവിടെ ഒരു ലങ്സ് ഉണ്ട്, സ്റ്റെത്ത് വെച്ച് നോക്കിയാൽ ശ്വസനമുണ്ട്. എന്തൊരു അത്ഭുതമാണ് നടക്കുന്ന, സൃഷ്ടിപ്പിൻ്റെ അത്ഭുതം. കർത്താവായ യേശുക്രിസ്തു സൃഷ്ടിതാവാണ്, ഇപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്റർ ലിസിയെ കാണുമ്പോൾ ഓർത്തോണം, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെ ജീവിതത്തിലും കർത്താവിന് അത്ഭുതം ചെയ്യാൻ പറ്റും. ഒരു അവയവം നഷ്ടപ്പെട്ടതായിരിക്കാം, ലിവറാകാം, കണ്ണാകാം, ഏത് സൗഖ്യമാണ് വേണ്ടത്, യേശു അത്ഭുതം ചെയ്യാൻ ജീവനോടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞപ്പം എല്ലാ കാര്യങ്ങൾക്കും മാറ്റമായി. ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ അത് നോർമലാണ്. എന്നിട്ട് ഡോക്ടർ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ളൊരു ഡോക്ടർ. അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് എക്സ്റേ കണ്ടിട്ട് ആ ഡോക്ടർ നമ്മളെ നോക്കി ചിരിക്കാനൊക്കെ തുടങ്ങി. ആള് സ്മൂത്ത് ആകുന്നുണ്ട്. എന്നിട്ട് എക്സ്റേ ആദ്യം നോക്കും, പിന്നെ ഇങ്ങനെ ഡൗട്ട് അടിച്ചിരിക്കും, പിന്നെ നോക്കും. എന്നിട്ട് എക്സ്റേ വെച്ചിട്ട് അത് ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട് ഈ ഡോക്ടർ. അപ്പോൾ ഡോക്ടറിന് തന്നെ മനസ്സിലായി ഇതിലെന്തോ വ്യത്യാസമുണ്ട്. അങ്ങനെ അപ്പോൾ ഈ സാധാരണ ആൾക്കാർക്ക് വേണ്ടി സാച്ചുറേഷൻ ഉണ്ട്, പക്ഷേ ഇത് നോർമൽ ലെവലുണ്ട്. പിന്നെ അല്ലാതെ കാണാൻ പറ്റുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മമ്മിക്കും ഈ കയറ്റം ഒന്നും കയറാൻ പറ്റില്ല, ഒരു ലങ് ഇല്ലാതിരുന്ന സമയത്ത്. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ചില സമയം നടന്നു പോകുമ്പോൾ ഞാൻ മമ്മിയോട് പറയും, മമ്മി ഇച്ചിരി പതുക്കെ പോകും. മമ്മിക്കാ സ്പീഡ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇപ്പൊ പൊടി അടിച്ചാലും കുഴപ്പമില്ല, ഒന്നുമില്ല. ഞാൻ കൈനറ്റിക് കൊണ്ട് ആക്റ്റീവൊക്കെ ഓടിക്കും. പൊടിക്കും കുഴപ്പമില്ല, ഒന്നുമില്ല. പൂർണ്ണ സൗഖ്യം, ക്രിയേറ്റീവ് മിറക്കിൾ. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകും. അത്ഭുതങ്ങൾ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഒരു അനേകരിൽ ആരിലൊക്കെയോ ഇതുപോലെ സൃഷ്ടിക്കപ്പെടേണ്ട അത്ഭുതങ്ങൾ നടക്കേണ്ടവരുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മകളുടെ ജീവിതത്തിൽ കൊടുത്ത അത്ഭുത സൗഖ്യം ഇന്ന് ഞങ്ങളെ ഇത് TV പ്രോഗ്രാമിലൂടെ കേൾപ്പിക്കാനിടയായത്, ഇതേ വിടുതൽ വേണ്ടി ആരോ ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ കർത്താവെ. ചാനലുകളിലൂടെ, അല്ലെങ്കിൽ കർത്താവെ വെബ്സൈറ്റിലൂടെ, അല്ലെങ്കിൽ വെബ് TV-യിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരായിരുന്നാലും അവരിയ്ക്കുന്ന സ്ഥലത്ത് കർത്താവ് ഇറങ്ങിച്ചെല്ലുന്നതിനായി സ്തോത്രം. ലങ്സ് സൃഷ്ടിച്ചു കൊടുത്ത കർത്താവ് ഇപ്പോൾ തന്നെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ലങ്സ് സൃഷ്ടിക്കപ്പെടട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ, അങ്ങയുടെ വചനം പറയുന്നു, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. ആ കുഞ്ഞുങ്ങളില്ലാത്ത അബ്രഹാം ഇല്ലാത്തതിനെ വിളിച്ചു വരുത്താൻ കത്തുന്ന സൃഷ്ടിക്കുന്ന കർത്താവിൽ വിശ്വസിച്ചപ്പോൾ അവരുടെ വന്ധ്യത മാറി ഒരു കുഞ്ഞിനെ ലഭിച്ചതുപോലെ ഇത് കേൾക്കുന്ന ആർക്കോ കുഞ്ഞുങ്ങളില്ലാത്തവരുടെ മേൽ കർത്താവിൻ്റെ കരം നീട്ടുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത ആരോ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ കരം നിങ്ങളുടെ മേൽ വന്നിരിക്കുക. സൃഷ്ടിപ്പിൻ്റെ അത്ഭുതം നടക്കട്ടെ കർത്താവെ. ആ കിഡ്നി ദ്രവിച്ചു പോയ സ്ഥാനത്ത് അവിടുന്ന് പുതിയ കിഡ്നി സൃഷ്ടിക്കണമേ. അങ്ങനെ കർത്താവെ, മുൻപും അത്ഭുത സാക്ഷ്യം നീ കേൾപ്പിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ ഇതുപോലെ ഈ മാളെ പോലെ ലങ്സിൽ ക്രിയേഷൻ നടക്കട്ടെ. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിയേറ്റീവ് മിറക്കിൾ നടക്കട്ടെ. കേൾവി ശക്തി മടങ്ങി വരട്ടെ. ആ കണ്ണുകൾ സൃഷ്ടിച്ച കർത്താവെ, ആ ഭർത്തിമായിക്ക് കണ്ണുകൾ സൃഷ്ടിച്ച യേശുവെ,
ഇപ്പോൾ തന്നെ ആ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, ആ ലെൻസിൻ്റെ പ്രവർത്തനം തീർന്നു എന്ന് പറഞ്ഞിടത്ത് ഒരു ക്രിയേറ്റീവ് മിറക്കിൾ സംഭവിക്കട്ടെ. തേഞ്ഞു പോയ അസ്ഥികൾ വീണ്ടും ജീവിക്കട്ടെ. ബ്ലഡ് ക്യാൻസർ സൗഖ്യമാകട്ടെ. വിവിധ രോഗങ്ങളാൽ വലയുന്നവർ കർത്താവെ അങ്ങയുടെ കരം നീട്ടി വിടുവിക്കണമേ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിടിച്ചെടുക്കുന്ന കർത്താവെ, അപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം നൽകുമെന്ന് പറഞ്ഞ കർത്താവെ, ജീവിത രൂപാന്തരം വേണ്ടിയവർക്ക്, ആ ദുസ്വഭാവങ്ങളിലേക്ക് പോയവർക്ക് ഒരു പുതിയ ഹൃദയം സൃഷ്ടിക്കാൻ നിനക്ക് കഴിവുണ്ടല്ലോ, പുതിയ ജീവൻ കൊടുക്കാൻ കഴിവുണ്ടല്ലോ. യേശുവിൻ്റെ അത്ഭുത വിടുതൽ സംഭവിക്കട്ടെ. ഞങ്ങൾ ചേർന്ന് മക്കളെ അനുഗ്രഹിക്കുന്നു. സൗഖ്യമാക്കിയിരിക്കാൻ സ്തോത്രം, വിടുവിച്ചിരിക്കാൻ നന്ദി. യേശു കർത്താവിൻ തിരുനാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുവരെയും കർത്താവിൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.